നിയാസിൻ്റെ വാർത്ത പുറത്തെത്തിച്ചത് ഞങ്ങളുടെ പ്രതിനിധി അല്ലമീനാണ്. അല്ലമീൻ്റെ വാർത്ത കണ്ട് ആദ്യം ബന്ധപ്പെട്ടത് പരപ്പനങ്ങാടിയിലെ വാട്സപ്പ് ഗ്രൂപ്പ് കൂട്ടായ്മയായ ഫണ്ണീസ് ഗ്രൂപ്പാണ്. അതിനുശേഷം ഈ വാർത്ത തിരിച്ചറിഞ്ഞ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ നമുക്കൊപ്പം ചേർന്നു. രാഹുൽ അന്ന് പറഞ്ഞ വാക്ക്, അതിനേക്കാൾ നല്ലൊരു ജീപ്പ് ഞങ്ങൾ വാങ്ങിച്ചു തരും, ഫണ്ണീസ് ഗ്രൂപ്പ് തരുന്നെങ്കിൽ ആ പണം കഴിച്ച് ബാക്കിയുള്ള പണം, അതല്ലെങ്കിൽ മുഴുവൻ പണവും ഇട്ടായിരിക്കും ഞങ്ങൾ ആ ജീപ്പ് വാങ്ങിത്തരിക എന്നാണ് ഞങ്ങളോട് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രേക്ഷകരുടെ മുന്നിൽ വെച്ച് പറഞ്ഞത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ആ വാക്ക് പാലിച്ചിരിക്കുന്നു. അങ്ങനെ നിയാസിന് ഇന്നിതാ ജീപ്പ് കൈമാറുകയാണ്. പക്ഷേ ഒരു വാക്ക് പാലിക്കാൻ എനിക്ക് പറ്റിയില്ല. ഞാനത് രാഹുൽ മാങ്കൂട്ടത്തിലോടും നിയാസിനോടും പ്രേക്ഷകരോടും പറഞ്ഞത്, ഈ ജീപ്പ് കൈമാറുന്ന സമയം ഞങ്ങളെല്ലാവരും അവിടെ ഉണ്ടാവുമെന്നാണ്. അവിടെ ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി ദീപക്കേ ഉള്ളൂ. എനിക്ക് വല്ലമീനും വയനാട്ടിലേക്ക് പോകാൻ കഴിഞ്ഞില്ല, മറ്റു ചില ഔദ്യോഗിക തിരക്കുകളുള്ളത് കാരണം. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്, നിയാസും നമുക്കൊപ്പമുണ്ട്, ഞങ്ങളുടെ പ്രതിനിധി ദീപക് മോഹനുണ്ട്, ഫണ്ണീസ് ഗ്രൂപ്പ് അതിൻ്റെ പിന്നാലെ സഞ്ചരിക്കുന്നുണ്ട്. നമുക്ക് ആ ജീപ്പിൻ്റെ ദൃശ്യങ്ങളിലേക്കൊന്ന് പോകാം. വെരി ഗുഡ് മോർണിംഗ് രാഹുൽ മാങ്കൂട്ടത്തിൽ, വളരെ സന്തോഷം. അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ വാക്കുപാലിച്ചു. നിയാസിനുള്ള ജീപ്പ്, ഒരു പുതുപുത്തൻ ജീപ്പ്, ആ ജീപ്പിലാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ സഞ്ചരിക്കുന്നതെന്നാണ് ഞാൻ കരുതുന്നത്. ഐ മിസ് യു ബ്രോ. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം രാഹുൽ. ഒരു നിങ്ങൾ ഇത്ര വലിയ തേപ്പിസ്റ്റ് ആണെന്ന് ഞാൻ വിചാരിച്ചില്ല. നിങ്ങൾ ഒരുമിച്ച് അല്ലല്ല, ഇത് ഇത്തിരി ഗ്രാവിറ്റി കൂട്ടി പറഞ്ഞാലേ നിങ്ങൾ ഈ ബാക്കി ഈ ഓഫ് റോഡ് എന്ന് പറയുന്ന വാഗ്ദാനത്തിനെങ്കിലും നിങ്ങൾ പാലിക്കുകയുള്ളൂ. അതുകൊണ്ട് കടുപ്പിച്ച് പറയുകയാണ്. എന്തായാലും വലിയ സന്തോഷം ശ്രീ അരുൺ. കാരണം നമുക്ക് ഇപ്പം നിയാസിന്റെ ജീപ്പിൽ നമ്മൾ ഒരുമിച്ച് പ്ലാൻ ചെയ്തിട്ടുള്ള യാത്ര ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നോടൊപ്പം നമ്മുടെ കൽപ്പറ്റ MLA ശ്രീ ടി സിദ്ദിഖുണ്ട്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷംഷാദ് മരക്കാറുണ്ട്, ഒപ്പം തന്നെ നമ്മുടെ ഈ ഫണ്ണീസ് വാട്സപ്പ് ഗ്രൂപ്പ് കൂട്ടായ്മയുടെ പ്രതിനിധികളുണ്ട്. അതുപോലെ തന്നെ ഈ ജീപ്പ് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇപ്പം ഈ നിയാസിന്റെ ആവശ്യപ്പെട്ട ജീപ്പിന്റെ സെഗ്മെന്റ് എന്ന് പറയുന്നത് പുതിയതായിട്ട് ഇറക്കുന്നില്ല. അപ്പം ഇതൊരു മോഹവിലയാണ്. അപ്പം ഇത് വലിയ വിലയിലേക്ക് പൊയ്ക്കൊണ്ടിരുന്നപ്പം എനിക്കൊരു വലിയ ആശങ്കയുണ്ടായിരുന്നു. ആ സമയത്ത് എൻ്റെ സുഹൃത്ത് ഷംസു മേലേപ്പാട്ട്, അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു എത്ര പൈസയായാലും കുഴപ്പമില്ല, അതിൻ്റെ നേർപകുതി ഞാൻ തരാമെന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് ആയി. കുഴപ്പമില്ല, അപ്പം നമുക്ക് എത്ര വിലയുള്ളതായാലും നല്ല വണ്ടിയിലേക്ക് പോകാം. അപ്പോൾ ഇവരെല്ലാവരും എൻ്റെ കൂടെ ഈ യാത്രയിലുണ്ട്. ആകെ മിസ് ചെയ്യുന്നത് നിങ്ങളെ മാത്രമാണ്. അപ്പം ഉടനെ എത്രയും പെട്ടെന്ന് നമുക്ക് മുണ്ടക്കയിൽ എത്തിയിട്ട് നമ്മൾ നിയാസിന് ഒരുമിച്ച് കൊടുത്ത ആ ഓഫ് റോഡ് കൂടെ നമുക്ക് പാലിക്കണം. തീർച്ചയായിട്ടും രാഹുൽ, നമുക്ക് ഓണത്തിൻ്റെ സീസണിൽ ഈ വാർത്തകൾ ഇങ്ങനെ വന്ന് പെയ്തൊഴിയുന്നതുകൊണ്ടാണ് ഇവിടുന്ന് ഒഴിഞ്ഞിട്ട് അങ്ങോട്ട് വരാൻ പറ്റുന്നില്ല. പക്ഷേ എങ്കിലും ഞാൻ തീർച്ചയായിട്ടും രാഹുലിനും നിയാസിനും പ്രേക്ഷകർക്കും കൊടുത്ത വാക്ക് നമുക്ക് പാലിക്കാം. നമുക്കൊരു ഗംഭീര ഓഫ് റോഡ് ചെറുപ്പക്കാരെല്ലാവരും കൂട്ടി പോകാം. ഈ ജീപ്പുകാർക്കൊരു വലിയ ആവേശവുമായിരിക്കുമല്ലോ അത്. എനിക്കൊന്ന് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നിർത്തിക്കഴിഞ്ഞാൽ ഇവരെയൊക്കെ നമുക്കൊന്ന് കാണാമെന്ന് തോന്നുന്നു. നമ്മുടെ ക്യാമറ സംഘം അവിടെ ഇറങ്ങി അവരെയൊക്കെ കാണും. നിയാസിനോട് ഒരു വാക്ക് ചോദിച്ചോട്ടെ. നിയാസിനെ കേൾക്കാമോ? എനിക്ക് ഇവിടെ തന്നെ നിർത്താം. നിയാസിനെ കേൾക്കാമോ? നിയാസിനെ കേൾക്കാം. അരുണ. യെസ്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലും യൂത്ത് കോൺഗ്രസും വാക്കുപാലിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിലും ടി സിദ്ദിഖും ഷംസാദ് മരക്കാരും ആ വാഹനത്തിലുണ്ട്. സന്തോഷമുള്ളൊരു കാര്യം. നിയാസ്, ചെറിയ സന്തോഷമായോ? ഗുഡ് മോർണിംഗ്. നിയാസ് കേൾക്കുന്നുണ്ടോ? കേൾക്കാം. നിയാസ് എനിക്ക് കേൾക്കാം. നിയാസ്, ഗുഡ് മോർണിംഗ്. സന്തോഷമായോ? ഒരുപാട് സന്തോഷമുണ്ട്. നിയാസ്, ആ വണ്ടിയുടെ വളയം പിടിക്കുന്നത് കാണാൻ ഞങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്ക് നേരിട്ട് വന്നതൊന്ന് കാണണമെന്നുണ്ടായിരുന്നു, പക്ഷേ അത് സാധിച്ചില്ല. എന്തായാലും നമ്മുടെ ക്യാമറാമാനിലൂടെ ഞങ്ങളത് കാണുന്നുണ്ട്, കേരളത്തിലുള്ള ആളുകളും അത് കാണുന്നുണ്ട്. കാരണം നിയാസിൻ്റെ ആ സങ്കടം കണ്ടിട്ടാണ് രാഹുലും ഈ ഫണ്ണീസ് വാട്സപ്പ് കൂട്ടായ്മയും ഒക്കെ നിയാസിനെ തേടി വന്നത്. അത് വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ്. എങ്ങനെയുണ്ട്? പഴയ വണ്ടിയോളം പോകുന്നതാണോ അതോ എങ്ങനെയാണ് വണ്ടി വിലയിരുത്തുന്നത്? ആദ്യം ഓടിച്ചു നോക്കിയപ്പോൾ പഴയ വണ്ടിനെക്കാട്ടും ഒന്നൊരു മെച്ചപ്പെട്ട വണ്ടിയാണ്. അതിനെക്കാട്ടും മോഡൽ കൂടിയ വണ്ടിയാണ്. പ്രതീക്ഷിച്ചിട്ടില്ല, ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചിട്ടില്ല. അതിനും കൂടിയും കൂടുതലൊരു സമ്മാനം തന്നെയാണ് എനിക്ക് കിട്ടിയത്. പ്രതീക്ഷിച്ചതിനെക്കാട്ടി കൂടുതലായിരുന്നു. നിയാസിന്റെ ഒരു ജീവനായിരുന്നല്ലോ, ഒരു ജീവൻ തിരിച്ചു കിട്ടിയ പോലെ അല്ലേ നിയാസ്? അതെ, തീർച്ചയായും. വണ്ടി ഇറക്കി ഞങ്ങളൊക്കെ ഒന്ന് കാണിക്കൂ. കിട്ടിയ പോലെ തന്നെയാണ്. അതുപോലെ തന്നെ അന്ന് പറഞ്ഞ ഒരു സമാധാനം, അന്ന് പറഞ്ഞ സമാധാനം തിരിച്ചു കിട്ടി. രാഹുൽ അന്ന് പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്, നമുക്ക് നിയാസിന്റെ സമാധാനം തിരിച്ചു കൊടുക്കണം എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത്. ആ സമാധാനമാണ് ഇപ്പോൾ കിട്ടിയത്. ആ വണ്ടിയൊക്കെ ഇറങ്ങി ഒന്ന് കാണിക്കൂ നിയാസ്, പ്രേക്ഷകരൊന്ന് കണ്ടോട്ടെ.
പ്രേക്ഷകരും ആ ഭാഗത്ത് 900 കണ്ടിയിലേക്ക് വരുന്ന സമയത്ത് നിയാസിന്റെ വണ്ടി തേടി വരും. ഈ വാർത്ത കൂടി പുറത്ത് വന്നുകൊണ്ട് നിയാസിന്റെ വണ്ടി എവിടെയെന്നായിരിക്കും അവിടുത്തെ ടൂറിസ്റ്റുകൾ ചോദിക്കുന്നത്. ഓക്കെ, ഞാനൊന്ന് തിരിച്ചു വരാം. നമുക്കപ്പോൾ അല്ലമീനും കൂടി ചേരുന്നുണ്ട്. ഈ വാർത്ത പുറത്ത് ചെയ്ത് അല്ലമീനെ നമ്മൾ മറന്നു പോകാൻ പാടില്ലല്ലോ. ഞാനൊന്ന് അല്ലമീനിലേക്ക് പോയിട്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരാം. അല്ലമീൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അല്ലമീനും അവിടേക്ക് പോകാൻ സാധിച്ചില്ല. അല്ലമീൻ, ഗുഡ് മോർണിംഗ്. അല്ലമീൻ, നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. നമ്മളൊരു പ്ലാൻ ഇട്ടതാണ്. നമുക്കൊരു ഓഫ് റോഡ് നിയാസിൻ്റെ പുതിയ വണ്ടിയിൽ പോകണം എന്നൊക്കെ പ്ലാൻ ചെയ്തതാണ്. അല്ലമീൻ്റെ വാർത്ത ഫലം കണ്ടു. ആ വണ്ടി ഇപ്പോൾ കാണുന്നുണ്ട് പ്രേക്ഷകർ. അല്ലമീൻ, ഒരു വിഷമമുണ്ടല്ലേ ആ അർത്ഥത്തിൽ, ഈ സന്തോഷത്തിനിടയിൽ നമുക്ക് ചേരാൻ പറ്റാത്തതിന്? അതുണ്ട് അരുൺ. പക്ഷേ നമ്മൾ വയനാട് പോയപ്പോൾ കണ്ട കാഴ്ചകളൊക്കെ നമ്മുടെ നെഞ്ചുലയ്ക്കുന്നതായിരുന്നു, പലതരത്തിലുള്ള കാഴ്ചകൾ. അങ്ങനെ വയനാടിന്റെ ചുരമിറങ്ങി വരുമ്പോഴും നമ്മുടെ മനസ്സിൽ നീറ്റലായി അവിടുത്തെ ഓരോ കാഴ്ചകളും അവിടുത്തെ ഓരോ അനുഭവങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ അതിനിടയ്ക്ക് ഒരു ആശ്വാസം നൽകുന്ന വാർത്ത തന്നെയാണ് നിയാസിനെ പോലുള്ളവരുടെ ഈ സന്തോഷം എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. നമ്മളന്ന് പല വാർത്തകളും ചെയ്യുന്നതിനിടയിൽ നിയാസ് അല്ല യഥാർത്ഥത്തിൽ ഈ പ്രശ്നം എന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. നിയാസ് വന്ന് പറയുന്നില്ല എന്റെ ജീപ്പ് പോയി എന്നെ സഹായിക്കണമെന്ന് നിയാസ് അല്ല പറഞ്ഞത്. നിയാസ് വലിയ ഭാഗ്യം ചെയ്ത ഒരാളാണ്. അതിപ്പോൾ ജീപ്പ് കിട്ടിയത് കൊണ്ടല്ല, നിയാസിന്റെ സുഹൃത്തുക്കൾ അത്രയും ആത്മബന്ധമുള്ള ആളുകളാണ്. നിയാസിന്റെ സുഹൃത്തുക്കളാണ് നമ്മളോട് വന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ആളുണ്ട്, പുള്ളിക്ക് ജീപ്പ് നഷ്ടപ്പെട്ടു, ഞങ്ങളെല്ലാം ഈ 900 കണ്ടിയിൽ ജീപ്പ് ഓടിച്ച് ഉപജീവന മാർഗം നടത്തുന്നവരാണ്. അപ്പം നമ്മുടെയൊക്കെ ജീപ്പ് കുഴപ്പമില്ല, ഈ ദുരന്തത്തിന്റെ ഒരു ആഘാതം മാറിയാലും നമ്മളൊക്കെ ജീപ്പ് ഓടിച്ച് ഉപജീവന മാർഗം നടത്തും. പക്ഷെ നിയാസിനെ സംബന്ധിച്ച് അവന്റെ വീട് പോയി, അവന്റെ ജീപ്പ് പോയി. അപ്പൊ എന്തെങ്കിലും നിങ്ങളൊന്ന് ചാനൽ മുഖേന ചെയ്ത് ആരെങ്കിലും സഹായിക്കാൻ രംഗത്തേക്ക് വന്നുള്ളത് വലിയ ഉപകാരമാകുമെന്ന് നിയാസിന്റെ സുഹൃത്ത്, അത് എടുത്തു പറയേണ്ട ഒരു പേര് ഷഫീറിന്റേതാണ്, ചൂരൽമലയിലുള്ള ഷഫീറാണ്. നമ്മളവിടെ ഉള്ള ദിവസങ്ങളിലൊക്കെ നമുക്ക് വേണ്ടി എല്ലാ സഹായവും ചെയ്ത് നടന്ന ഷഫീറാണ്, നിയാസിന്റെ ഉറ്റ സുഹൃത്താണ്. ഷഫീർ മാത്രമല്ല മറ്റു പല സുഹൃത്തുക്കളുമുണ്ട്. പക്ഷെ അതിന് മുൻകൈ എടുത്ത് വന്നത് ഷഫീറാണ്. ഷഫീർ വന്നിങ്ങനെ പറയുന്നു, നമ്മൾ അതിന്റെ അടിസ്ഥാനത്തിൽ നിയാസിന്റെ വീട്ടിൽ പോകുന്നു, ഈ ജീപ്പ് കാണുന്നു. നിയാസിന്റെ മുഖം കാണുമ്പോൾ നിയാസിനൊന്നും സംസാരിക്കാൻ വയ്യ, നിയാസിനൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കണം. അത്രത്തോളം തകർന്ന്, ജീപ്പ് എത്രത്തോളം തകർന്ന് തരിപ്പണമായോ അതുപോലെ മാനസികമായി തകർന്ന് തരിപ്പണമായി നിൽക്കുകയായിരുന്നു നിയാസ്. നമ്മളെ വാർത്ത കൊടുത്തപ്പോൾ തന്നെ പരപ്പനങ്ങാടിയിലെ ഫണ്ണീസ് ഗ്രൂപ്പ് രംഗത്തേക്ക് വന്നു എന്നുള്ളതാണ് നമുക്കും കുറച്ച് ആത്മവിശ്വാസം നൽകിയത്. ആ വാർത്ത കണ്ടപ്പോൾ തന്നെ യൂട്യൂബ് കമന്റിലൂടെ അവർ പ്രതികരിക്കുകയും ഫണ്ണീസ് വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ പ്രതിനിധി ഹമീദ് സഹായിക്കാൻ തയ്യാറായി വരികയും ചെയ്തു. അവരൊരു 3 ലക്ഷം രൂപയാണ് അവർ വാഗ്ദാനം ചെയ്തത്. പക്ഷെ അപ്പോഴും 3 ലക്ഷം രൂപയ്ക്ക് ഒരു ജീപ്പ് എന്തായാലും കിട്ടില്ല. മറ്റു തുക ആര് നൽകും, ആര് സഹായിക്കുമെന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ്, അല്ലെങ്കിൽ അതിനുവേണ്ടി ആളുകളെ തപ്പി നടക്കുമ്പോഴാണ് യൂത്ത് കോൺഗ്രസ് ആ ദൗത്യം ഏറ്റെടുത്ത് രംഗത്തേക്ക് വരുന്നത്. ഒന്നുകിൽ മുഴുവൻ തുകയും നൽകാം, അതല്ല എങ്കിൽ ഫണ്ണീസ് വാട്സ്ആപ്പ് ഗ്രൂപ്പ് നൽകുന്ന തുക കഴിഞ്ഞുള്ള തുക ഞങ്ങൾ നൽകാമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രഖ്യാപിക്കുന്നു. അങ്ങനെ യൂത്ത് കോൺഗ്രസും ഫണ്ണീസ് വാട്സ്ആപ്പ് കൂട്ടായ്മയും കൈകോർത്തതോടെ നിയാസിനൊരു സന്തോഷമുണ്ടായി. നിയാസിന്റെ ആ സന്തോഷം നമുക്കും പകരുന്നത് വല്ലാത്തൊരു സന്തോഷമാണ്. എല്ലാവരും സൂചിപ്പിച്ചതുപോലെ ഈ ജീപ്പ് കൈമാറുമ്പോൾ നമുക്ക് വയനാട് പോകാം, ആ സന്തോഷത്തിൽ നേരിട്ട് പങ്കുചേരാമെന്ന് നേരത്തെ പറഞ്ഞിരുന്നതാണ്. പക്ഷെ സാധിച്ചില്ല. എന്നാലും നമുക്ക് വയനാട് പോകാം. വയനാട് പോകുമ്പോൾ നിയാസ് ഉൾപ്പെടെ സുഹൃത്തുക്കൾ ഉൾപ്പെടെ നമുക്കൊരു അവിടെ ഒരു നിയാസിന്റെ വാഹനത്തിൽ തന്നെ നമുക്കവിടെ ഒന്ന് ചുറ്റി കറങ്ങുകയും ചെയ്യാം. 900 കണ്ടി ഉൾപ്പെടെയുള്ള ടൂറിസം മേഖലയിലൊക്കെ നിയാസിനോടൊപ്പം നമുക്ക് സഞ്ചരിക്കുകയും ചെയ്യാം. നിയാസിന്റെ സന്തോഷത്തിൽ വലിയ സന്തോഷമുണ്ട്. വയനാടിന്റെ ആ ദുഃഖം നമ്മുടെ മനസ്സിലൊരു ഭാഗത്ത് നിൽക്കുമ്പോഴും ഇതുപോലുള്ള ചെറിയ ചെറിയ സന്തോഷങ്ങൾ അത് വലിയ ആത്മവിശ്വാസവും വലിയ ആശ്വാസവും പകരുന്ന ഒന്ന് തന്നെയാണ് അരുൺ. തീർച്ചയായിട്ടും അല്ലമീൻ, താങ്ക് യു അല്ലമീൻ. നമുക്ക് അല്ലമീൻ ഒന്ന് സമാധാനമായിട്ട് ഉറങ്ങാം, നിയാസിന് സമാധാനം കിട്ടിയതുപോലെ. രാഹുൽ, നമുക്ക് ടി സിദ്ദീഖിനോട് കൂടി അദ്ദേഹത്തിൻ്റെ ഈ ഒരു അനുഭവം ഒന്ന് പങ്കുവെച്ചാൽ നന്നായിരിക്കും. ടി സിദ്ദീഖൊക്കെ ധാരാളം ഈ രക്ഷാപ്രവർത്തനത്തിലും അതിനുശേഷം നിരന്തരമായിട്ട് ഇങ്ങനെ ഈ ദുരിതമുഖത്ത് നിൽക്കുന്നതല്ലേ. ടി സിദ്ദീഖിനും സന്തോഷമുള്ളൊരു കാര്യമായിരിക്കുമല്ലോ. നിയാസിൻ്റെ മുഖത്ത് വിരിയുന്ന ഏതൊരു ചിരിയും ടി സിദ്ദീഖിനും ഒരു ചിരിയായിരിക്കുമല്ലോ. അല്ലമീൻ തന്നെ നമുക്ക് വേണ്ടി റിപ്പോർട്ട് ചെയ്താൽ മതി. ക്ഷമിക്കണം, രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ റിപ്പോർട്ട് ചെയ്താൽ മതി. ടി സിദ്ദീഖ് കേൾക്കുന്നുണ്ടോ? ഗുഡ് മോർണിംഗ് ടി സിദ്ദീഖ്. ഗുഡ് മോർണിംഗ് സിദ്ദീഖ്. ഓക്കെ, അല്ല, സന്തോഷം, വലിയ സന്തോഷമുണ്ട് ശ്രീ അരുൺ. ഇപ്പം നമ്മളോടൊപ്പം രാവിലെ സിദ്ദിഖയുണ്ട്. അപ്പൊ സിദ്ദിഖയെ പറ്റി പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇവിടെ ഒരു ദുരന്തം ഉണ്ടായപ്പോൾ തൊട്ട് ആ മനുഷ്യൻ എത്രമാത്രം സിൻസിയറായിട്ടാണ് ഈ നാടിനോടൊപ്പം നിന്നത് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും ബോധ്യമുണ്ട്. ഈ കുടുംബത്തിലൊരു ദുരന്തം ഉണ്ടാകുമ്പോൾ ഒരാൾ എങ്ങനെയാണോ പ്രതികരിക്കേണ്ടത് ആ രീതിയിൽ പ്രതികരിച്ച ഒരു മനുഷ്യന്റെ സാന്നിധ്യം കൂടി ഇന്ന് രാവിലെ നമ്മളോടൊപ്പം ഉണ്ട്. അതോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ചെറുപ്പക്കാരൻ ശ്രീ ഷംഷാദ് മരക്കാർ. അപ്പോൾ എല്ലാവരും കൂടെ നമ്മളോടൊപ്പം ഈ സന്തോഷം പങ്കിടാനായിട്ടുണ്ട്. ഞാൻ അന്ന് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നിയാസിനെ ഇന്ന് കാണുമ്പോൾ ഒരു പ്രത്യേക ആവേശമാണ്. സാധാരണ അരുൺ അറിയുന്ന പോലെ നിയാസ് അധികം സംസാരിക്കുന്ന ഒരാളല്ല. പക്ഷേ നിയാസിന്റെ ആക്ഷനിലൂടെയാണ് നിയാസിന്റെ എല്ലാ സന്തോഷങ്ങളും റിഫ്ലക്ട് ചെയ്യപ്പെടുന്നത്. ഭയങ്കര സന്തോഷം. കാരണം ഒരാള് വീട് പൂർണ്ണമായി തകർന്ന് വീട് നഷ്ടമായി നിൽക്കുന്ന ഒരാളോട് എന്ത് വേണമെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് വീടൊന്നും വേണ്ട, ഒരു വണ്ടി മതി എന്ന് പറയണമെങ്കിൽ അയാൾക്ക് ആ വണ്ടി എത്രമാത്രം പ്രിയപ്പെട്ടതായിരിക്കും
എന്ന് നമുക്ക് എല്ലാവർക്കും ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത്രയും പ്രിയപ്പെട്ട ഒരു വണ്ടി വാങ്ങാനായിട്ട് ഒരുപാട് സുഹൃത്തുക്കളോടൊപ്പം ഇതിന് സാധിച്ചു എന്നുള്ളതിനകത്ത് യൂത്ത് കോൺഗ്രസ് ഒരു ഓർഗനൈസേഷൻ നിലയിൽ വലിയ അഭിമാനവും സന്തോഷവും ഒക്കെ തോന്നുകയാണ്. അപ്പൊ ഈ നാടിനെ ചെറുതും വലുതുമായ ഒരുപാട് ശ്രമങ്ങളിലൂടെ വേണം നമുക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട്. തീർച്ചയായിട്ടും. അപ്പം ഇനിയും നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരുപാട് വാഗ്ദാനങ്ങളുണ്ട്. അതെല്ലാം നമ്മൾ ഒന്നൊന്നായിട്ട് നിറവേറ്റിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കറിയാം യൂത്ത് കോൺഗ്രസിന്റെ സജീവ സാന്നിധ്യം ആ മേഖലയിൽ മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ അടക്കമുള്ളവർ തുടർച്ചയായി ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് ഈ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായതും. സിദ്ദീഖ്, നിയാസിന്റെ മുഖത്ത് വരുന്ന ചിരിയും സമാധാനവും നമ്മുടെയൊക്കെ സന്തോഷവും ചിരിയുമാണല്ലേ? കേൾക്കാമെങ്കിൽ സിദ്ദീഖ്. ഞാൻ സിദ്ദീഖിലേക്ക് വരാം. സിദ്ദീഖ്, നമസ്കാരം. നിയാസിന്റെ സമാധാനം നമ്മുടെ എല്ലാവരുടെയും ചിരി അല്ലേ? കേൾക്കാം. നിയാസിന്റെ സമാധാനം നമ്മുടെ എല്ലാം ചെറുചിരി അല്ലേ? ഒരു സംശയമില്ല. നിയാസിന്റെ മുഖത്തുള്ള ഈ ചിരിയാണ് റിപ്പോർട്ടർ ചാനലിലൂടെ യൂത്ത് കോൺഗ്രസ് ഏറ്റെടുത്തതായ അതിജീവനത്തിന്റെ ഒരു കരുത്തുള്ള ചിരിയാണ് നിയാസിലൂടെ കാണുന്നത്. നിയാസ് ചിരിക്കുന്നത് പോലെ മുണ്ടകയിലുള്ള, ചൂരൽമലയിലുള്ള, പുഞ്ചിരിമട്ടത്തുള്ള എല്ലാ ജീവിക്കുന്ന ആളുകളെയും ചിരിപ്പിക്കുക എന്നതാണ് നമ്മുടെ ഈ അതിജീവനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം. ഇതിൽ ദുരന്തമുണ്ടായ ഒരു കാര്യം പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട്. ദുരന്തമുണ്ടായ സമയം മുതൽ യൂത്ത് കോൺഗ്രസിന്റെ യൂത്ത് കെയർ പ്രവർത്തകന്മാരുടെ ഒരു വലിയ സാന്നിധ്യം എല്ലാ തലത്തിലും നമുക്കുണ്ടായിരുന്നു. അടക്കം ചെയ്യുന്ന പ്രവർത്തനത്തിൽ, ദുരിതാശ്വാസ ക്യാമ്പുകളിൽ, അതുപോലെ ആളുകളെ ബോഡി റിക്കവർ ചെയ്യുന്ന പ്രവർത്തനത്തിൽ, ആളുകളെ രക്ഷപ്പെടുത്തുന്ന കാര്യത്തിൽ ഒക്കെ യൂത്ത് കെയർ പ്രവർത്തകന്മാരുടെ വലിയൊരു സാന്നിധ്യവും വലിയ രീതിയിലുള്ള ഒരു ഇടപെടലുണ്ടായിരുന്നു. സാധാരണഗതിയിൽ യൂത്ത് കോൺഗ്രസിന് അത്തരം ഒരു ഫേസ് സമീപകാലത്ത് കിട്ടിയിട്ടില്ല. അത് മാത്രമല്ല, ജീവനോപാധി തിരിച്ചു കൊടുക്കുന്ന പ്രവർത്തനം ഉൾപ്പെടെയുള്ള ബാക്ക് ടു ഹോം കിറ്റ് ഉൾപ്പെടെയുള്ള വലിയ ഒരു പ്രവർത്തനം, റീഹാബിലിറ്റേഷൻ പ്രോസസ്സിലുള്ള ഇടപെടൽ ഉൾപ്പെടെ യൂത്ത് കോൺഗ്രസ് ഏറ്റെടുക്കുകയാണ്. പൊതുസമൂഹത്തിന്റെ എല്ലാ ആളുകളും ഇതിന്റെ കൂടെയുണ്ട്. അതിന്റെ കൂടെ യൂത്ത് കോൺഗ്രസിന്റെ മനോഹരമായിട്ടുള്ള ഒരു ഇന്റർവെൻഷൻ ഇടപെടലാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പുതിയ. നിങ്ങൾ എല്ലാവരും ഒന്ന് ജീപ്പിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ ജീപ്പിന്റെ മുമ്പിൽ ഒന്ന് നിന്നാൽ നമുക്ക് പ്രേക്ഷകരെ ഇതൊക്കെ ഒന്ന് കാണിക്കാമായിരുന്നു. ആ വാഹനത്തിന് തൊട്ട് മുന്നിൽ നിങ്ങൾ എല്ലാവരും ഇരിക്കുന്നുണ്ട്. ക്ലോസ് ഫ്രെയിമാണ് നോക്കി കിട്ടുന്നത്. എല്ലാവരും കൂടി ഒന്ന് ഇറങ്ങിയാൽ നന്നായിരിക്കും. ആ ജീപ്പിന്റെ ചുറ്റും, ജീപ്പിന്റെ മുമ്പിൽ ഒന്ന് നിന്നാൽ. ആ സമയം കൊണ്ട് നമ്മുടെ ഫണ്ണീസ് കൂട്ടായ്മയിലെ സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവരോടും ഒന്ന് മുന്നോട്ട് നിൽക്കാൻ പറയാം. അവരോടും ഒരു 2 വാക്ക് സംസാരിക്കാൻ പറയാം. കാര്യം ആദ്യം ഈ ഇനിഷ്യേറ്റീവ് എടുക്കുന്നത് അവരാണ്. അവരിലൂടെയാണ് യൂത്ത് കോൺഗ്രസിലേക്കും അത് എത്തുന്നത്. അന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞൊരു ഓർമ്മയുണ്ട്. ആദ്യഘട്ടത്തിൽ പറയുമ്പോൾ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, ഇത് ഇത്ര പെട്ടെന്ന് സാധ്യമാകുമോ? ഞാൻ രാഹുൽ തിരിച്ചു വിളിക്കുന്നുണ്ടായിരുന്നു, ജീപ്പ് വന്നു, നിങ്ങളെന്താ വരാത്തത് എന്ന് ചോദിക്കുമ്പോൾ അത്രയും പെട്ടെന്ന് അവരത് സാധ്യമാക്കി. ഞാൻ മനസ്സിലാക്കുന്നത് ഇടുക്കിയിൽ നിന്നാണ് ഈ ജീപ്പ് വയനാട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. മറ്റൊരു ചുരം ഇറങ്ങി മറ്റൊരു ചുരം കയറിയാണ് ജീപ്പ് എത്തിയിരിക്കുന്നത്. എന്തായാലും സന്തോഷമുള്ളൊരു കാര്യം. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മാത്രമല്ല, ജീപ്പിൻ്റെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചാണ് എത്തിയത്. ഈ ജീപ്പ് തന്നെ വേണമെന്നുള്ളൊരു താല്പര്യമുള്ളത് കൊണ്ടാണ് അത്രയും ബുദ്ധിമുട്ടി യൂത്ത് കോൺഗ്രസ് ആ ജീപ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്. സന്തോഷമുള്ള കാര്യം. രാഹുൽ, അവിടെയുള്ള ഫണ്ണീസ് കൂട്ടായ്മയെ കൂടി ഒന്ന് പരിചയപ്പെടുത്തിക്കൊള്ളൂ. രാഹുൽ തന്നെ ഞങ്ങളുടെ ഒരു റിപ്പോർട്ടറായി തന്നെ അവരെ ഒന്ന് പരിചയപ്പെടുത്തിയത് നന്നായിരിക്കും. പഴയ കാലത്ത് ജേർണലിസമൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ, താല്പര്യം ഉണ്ടായിരുന്നല്ലോ സെൻസിറ്റീവ്സിലൊക്കെ പഠിക്കുമ്പോൾ. അപ്പം കുഴപ്പമില്ല, അതിന്റെ ശമ്പളം തന്നാൽ മതി. ആ പണം നമുക്ക് ഇവിടുത്തെ പുനരധിവാസത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അരുണിന്റെ മാസ ശമ്പളത്തിന്റെ 1% തന്നാൽ പോലും അതൊരു നല്ല ഉണ്ടാവുന്ന കരക്കമ്പി ഉള്ളത്. ഫണ്ണീസ് വാട്സപ്പ് ഗ്രൂപ്പിന്റെ ഹമീദൊക്കെ അടക്കമുള്ള ആളുകളുണ്ട്. അവരെല്ലാവരും വളരെ സന്തോഷത്തിലാണ്. കാരണം ഒരു വാട്സപ്പ് കൂട്ടായ്മ, ഒരു കളക്റ്റീവായിട്ടുള്ള, ഇപ്പം നമ്മുടെ നാട്ടിൽ ഒരുപാട് വാട്സപ്പ് കൂട്ടായ്മകളെ പറ്റി നമ്മൾ കാണാറുണ്ട്. സാധാരണ വാട്സപ്പ് കൂട്ടായ്മകളെ പറ്റി പറയുന്നത് തന്നെ വ്യാജ വാർത്തകൾ പ്രധാനമായിട്ട് പ്രചരിപ്പിക്കുന്ന ഒരു ഏജൻസിയാണ്. പക്ഷേ ഈ ഫണ്ണീസ് വാട്സപ്പ് കൂട്ടായ്മ വളരെ വ്യത്യസ്തമായി ഇങ്ങനൊരു വാർത്ത വന്നപ്പോൾ ആദ്യം ശ്രദ്ധയിൽപ്പെട്ടത് അവർക്കാണ്. അവര് ഒരു 3 ലക്ഷം രൂപ അവർ പ്രഖ്യാപിക്കുന്നു. അപ്പം അവര് അത് പ്രഖ്യാപിക്കുമ്പം ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ വിചാരിച്ചത് ഇവർക്ക് എന്തോ അക്കൗണ്ടിൽ ഈ പണമെല്ലാം കൂടെ ഇരുന്നിട്ട് ഇവര് പ്രഖ്യാപിക്കുകയാണ്. പിന്നീട് മനസ്സിലാക്കിയത് ഒരു ഇതുമില്ല, പെട്ടെന്ന് ഗ്രൂപ്പിനകത്ത് അവർ ആലോചിച്ചു, പ്രഖ്യാപിച്ചു, അതിനുശേഷം അവര് കളക്ഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ ഒരു കേരളത്തിലെമ്പാടുമുള്ള ഒരുപറ്റം നല്ല മനുഷ്യന്മാരുടെ ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഫണ്ണീസ് വാട്സപ്പ് കൂട്ടായ്മയ്ക്ക് ആ പണത്തിന്റെ ചെക്ക് നമുക്ക് കൈമാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഉദ്യമം ഏറ്റെടുത്തപ്പം
നമ്മുടെ ഷംസു മെലേപ്പാട്, അപ്പം എന്റെ സുഹൃത്താണ്. അപ്പം ഈ ശ്രീ അരുൺ അറിയുന്നത് പോലെ ഈ പഴയ ജീപ്പുകൾക്ക് നമ്മൾ ഈ ബുള്ളറ്റിന്റെ കാര്യമൊക്കെ പറയുന്നതിട്ട് മോഹവിലയാണ്, അവർ പറയുന്നതാണ് ഇതിന്റെ വില. അപ്പൊ ആ സമയത്താണ് നമ്മൾ പറഞ്ഞ എമൗണ്ടിലൊന്നും നിൽക്കുന്നില്ല. അരുണിന്റെ വിലയെ പറ്റി ബോധ്യമുള്ളത് കൊണ്ട് ഞാനത് പരസ്യമായി പറയുന്നില്ല. അപ്പം ഞാനിങ്ങനെ ഷംസുവിനോട് സംസാരിച്ചപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, നീ പ്രയാസപ്പെട്ട എത്ര പൈസയായാലും അതിന്റെ നേർപകുതി തരാമെന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് ആയി. അങ്ങനെ ഫണ്ണീസിന്റെ പിന്നെ അതുപോലെ തന്നെ എന്റെ സുഹൃത്തായ ശ്രീ ഷംസു അവർ രണ്ടുപേരും മുന്നോട്ട് വന്നു. പിന്നെ ബാക്കി പണം നമ്മളല്ലാതെയുള്ള നമ്മുടെ സുഹൃത്തുക്കൾ വഴിയൊക്കെ കണ്ടെത്തിയിട്ടാണ് നമ്മൾ ഇന്ന് പിന്നെ നമുക്ക് നിയാസിന് ജീപ്പ് കൊടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. നിയാസ് കൂടെ തന്നെ ഉണ്ട്. അപ്പം നിയാസ് അധികം സംസാരിക്കത്തില്ല ശ്രീ അരുൺ, ചിരിക്കുക മാത്രമേ ഉള്ളൂ. നിയാസിന്റെ ചിരിയാണ് എല്ലാ റിയാക്ഷനും. ഒരു ദിവസം എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ ചിരിച്ചുകൊണ്ട് പറയാണ്, എന്റെ ഫോൺ പൊട്ടിപ്പോയി, ഞാൻ ഗൾഫിലുള്ളപ്പം വാങ്ങിയ ഫോണാണോ, അന്ന് 1.5 ലക്ഷം രൂപയ്ക്ക് ഞാൻ വാങ്ങിയതാണ്, പൊട്ടിപ്പോയി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ആലോചിച്ചു, ഒരു ഫോണൊക്കെ പൊട്ടുന്ന ഇത്രയും ഒരു മനുഷ്യന് ചിരി സമ്മാനിക്കുന്ന ഒരു കാര്യമായിരിക്കുമെന്ന്. അപ്പൊ അങ്ങനെ എല്ലാത്തിനെയും ചിരിച്ചുകൊണ്ടാണ് ഈ ചെറുപ്പക്കാരൻ നേരിടുന്നത്. അത് വളരെ പോസിറ്റീവ് സ്പിരിറ്റുള്ള ഒരു ചെറുപ്പക്കാരനാണ്. എന്തായാലും ഇങ്ങനെ ഫണ്ണീസ് വാട്സപ്പ് കൂട്ടായ്മ പോലെ നമ്മുടെ ഷംസുവിനെ പോലെ നന്മ പറ്റാത്ത ഒരുപിടി മനുഷ്യന്മാരുള്ളപ്പം നമ്മുടെ വയനാട് അങ്ങനെ ഒറ്റപ്പെട്ടു പോകത്തില്ല ശ്രീ അരുൺ. നമുക്കങ്ങനെ എല്ലാവരും ഇപ്പം റിപ്പോർട്ടർ ചാനലിനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. നിങ്ങൾ ഒരുപാട് വാർത്തകൾ ഇതുമായി ബന്ധപ്പെട്ട് കൊടുത്തു. വാർത്തകൾ കൊടുക്കുക മാത്രമല്ല, ഒരു മാധ്യമ സ്ഥാപനം നിലയിൽ നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയുന്നത് നിങ്ങൾ ശമ്പളമായി കൊടുത്തു. അതുകൂടാതെ നിങ്ങളുടെ മാനേജ്മെന്റ് പുനരധിവാസ പാക്കേജ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ നമ്മുടെ നാട്ടിലൊരു ദുരന്തം ഉണ്ടാകുമ്പം നമ്മളങ്ങനെ ദുരന്തത്തിൽ ബുദ്ധിമുട്ടാൻ ഈ നാടിനെ വിട്ടുകൊടുക്കില്ല. എല്ലാവരും കൂടെ ചേർന്ന് ഇതിനകത്ത് പ്രത്യേകിച്ച് എനിക്ക് കമന്റ് ചെയ്യാനായിട്ടുള്ളൊരു യുവജന പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകൻ എന്ന നിലയിൽ എല്ലാ യുവജന പ്രസ്ഥാനങ്ങളും ശ്രീ അരുൺ ഒന്നൊഴിയാതെ, അത് ഡിവൈഎഫ്ഐ ആകട്ടെ, യൂത്ത് ലീഗ് ആകട്ടെ, SKSSF ആകട്ടെ, അങ്ങനെ എല്ലാ യുവജന സംഘടനകളും യാതൊരു വിധമായ വേർതിരിവുകളും ഇല്ലാതെ വ്യത്യാസവും ഇല്ലാതെ ഒറ്റക്കെട്ടായിട്ട് ഈ നാടിനെ പുനരുജ്ജീവിപ്പിക്കാനായിട്ട് പുനരധിവസിപ്പിക്കാനായിട്ട് രക്ഷാപ്രവർത്തനങ്ങളിലൊക്കെ പങ്കാളിയായ ഒരു മൊമെന്റ് ഉണ്ടല്ലോ, അത് ഭയങ്കര റിമാർക്കബിൾ ആണ്. രാഹുൽ, സന്തോഷം. ഫണ്ണീസ് ഗ്രൂപ്പിലെ ഹമീദ് അവിടെ ഉണ്ടെങ്കിൽ ഒരു വാക്ക് ഹമീദിനോടൊന്ന് ചോദിക്കാമോ? ഹമീദ് അവിടെ ഉണ്ടെങ്കിൽ ഒന്ന് ഹെഡ്സെറ്റ് കൊടുത്താൽ നന്നായിരിക്കും. ഹമീദിനെ അല്ലെങ്കിൽ വാട്സ്ആപ്പ് ഫണ്ണീസ് കൂട്ടായ്മ അടുത്തുണ്ടെങ്കിൽ ഒന്ന് കൊടുക്കാം. നമസ്കാരം, ഹലോ, നമസ്കാരം, ഞാൻ സംസാരിക്കുന്നത് ഹമീദിനോടാണോ? മനസ്സിലായി. ഹമീദാണ്. ഓക്കെ, ഹമീദാണ് ആദ്യം ഫോണിൽ ഈ വാർത്ത കണ്ട് വിളിക്കുന്നത്. പറഞ്ഞു കേൾക്കാം. അതെ, പക്ഷെ അന്ന് ഞങ്ങൾ നേരിട്ട് വിളിച്ചു. അതെ, അപ്പൊ തന്നെ ഇമ്മീഡിയറ്റ് ആക്ഷൻ എടുത്തു. ഓക്കെ, സന്തോഷം. എത്ര പേരുണ്ട് നിങ്ങളുടെ ഈ ഫണ്ണീസ് വാട്സപ്പ് കൂട്ടായ്മയിൽ? ഹലോ, ഞങ്ങൾ 650ഓളം പേരുണ്ട്. അതിലൊരു 300 പേരാണ് ആക്റ്റീവായിട്ടുള്ളൂ. ഈ 300 പേരിൽ 250 പേര് തന്ന കാശ് കൊണ്ടാണ് നമ്മൾ ഈ സംഭവം ഒപ്പിച്ചത്. ഇനി ഞങ്ങൾ പലതും ചെയ്യാൻ പ്ലാൻ ഇട്ടിരിക്കുകയാണ്. ഞങ്ങളിപ്പോ മൊത്തത്തിൽ ഇപ്പോൾ 1200ഓളം കുടുംബങ്ങൾക്ക് ഞങ്ങൾ ചെറിയ എമൗണ്ട് ഒക്കെ കൊടുത്തിട്ട് ചികിത്സാ ഫണ്ട്, വീട് വെക്കാൻ, ഇങ്ങനത്തെ പലതും കേരളത്തിനകത്തും പുറത്തൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. വളരെ സാധാരണക്കാരായ മനുഷ്യരുടെ ഒരു അറിയാത്തൊരു ചെറിയ ചെറുകിട കച്ചവടക്കാര്, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പേരുണ്ടെന്ന് തോന്നുന്നു. അതെ, കൂട്ടിട്ടേ കൊടുക്കുന്നു പറഞ്ഞു. അതെ, എല്ലാവരും ഉണ്ട്. ഓക്കെ, അപ്പൊ സന്തോഷം ഹമീദ്. അപ്പൊ വാട്സ്ആപ്പ് ഫണ്ണീസ് കൂട്ടായ്മയിലെ മുഴുവൻ അംഗങ്ങൾക്കും 250 അല്ല, ഇനി ഇതിനോട് മനസ്സുകൊണ്ട് സഹകരിച്ചവരും പണമായി സഹായിക്കാൻ കഴിയാതെ പോയ മനസ്സുകൊണ്ട് സഹായിച്ചവർക്കും നിങ്ങളുടെ വാട്സ്ആപ്പ് ഫണ്ണീസ് കൂട്ടായ്മയിലെ എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നൊരു സ്നേഹവും നന്ദിയും കടപ്പാടും അറിയിക്കണം. നിയാസിന്റെ വക സ്നേഹവും കടപ്പാടും. അപ്പോൾ ഷംസാദ് മരക്കാറുണ്ട് അവിടെ. രാഹുൽ കേൾക്കാമെങ്കിൽ ഷംസാദ് മരക്കാറിന്റെ കൂടി ഒരു പ്രതികരണം എടുക്കാം. ഷംസാദ് മരക്കാരനെ താങ്കൾ വിശേഷിപ്പിച്ചത് ചെറുപ്പക്കാരൻ എന്നാണ്. ഞാൻ കുറച്ചുകൂടി താഴ്ത്തി പറയും, കൗമാരത്തിൽ നിന്ന് ചെറുപ്പത്തിലേക്ക് വന്ന ഷംസാദ് എന്ന് പറയാം. ഷംസാദ് അടുത്തുണ്ടോ? ഷംസാദ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷംസാദ് നമ്മുടെ കൂടെ ഉണ്ട്. ഗുഡ് മോർണിംഗ് ഷംസാദ് മരക്കാർ. രാവിലെ നിങ്ങൾ തമ്മിൽ എന്തോ ഒരു ധാരണയുണ്ടെന്ന് തോന്നുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലെ ഷംസാദ് മരക്കാരും ചെറുപ്പക്കാരനായ ഷംസാദ് മരക്കാരും എന്നൊരു വിശേഷണം വന്നു. രാവിലെ ഇടയ്ക്ക് സത്യങ്ങളൊക്കെ പറയും, അതുകൊണ്ടാണ് ഞാൻ ചെറുപ്പക്കാരനാണെന്ന് രാഹുൽ പറയുന്നത്. ഷംസാദ്, സന്തോഷം. എന്തായാലും ഷംസാദ്, വീണ്ടും ആ ചിരി കാണാൻ ഞങ്ങൾക്കൊരു സന്തോഷമുണ്ട്. ഈ നിങ്ങൾ രണ്ടുപേരുടെയും ചിരി കാണുമ്പോൾ തന്നെ മുണ്ടക്കയുടെ പുനരധിവാസത്തിന്റെ ഒരു ചിത്രം നമ്മുടെ മുന്നിൽ തെളിയും. പ്രതീക്ഷയുള്ള ചിരിയാണ് രണ്ടുപേരുടെയും, നിയാസിന്റെയും ഷംസാദിന്റെയും. തീർച്ചയായും നിയാസ് കൂടെ ഉണ്ട്. നിയാസ് ചിരിച്ചു. അന്ന് അരുണിനോട് നമ്മൾ പറഞ്ഞതുപോലെ നഷ്ടപ്പെട്ടു പോയ മനുഷ്യരല്ലാത്തതെല്ലാം നമ്മൾ വീണ്ടെടുക്കും. അവരെ മാത്രമാണ് നമുക്ക് വീണ്ടെടുക്കാൻ പറ്റാത്തത്.
ബാക്കി മുഴുവൻ നമ്മൾ വീണ്ടെടുക്കും. നമ്മളുടെ സ്കൂളുകൾ ഇന്ന് 10:30 നിങ്ങൾക്ക് അടുത്തൊരു വാർത്ത ഉണ്ടാവും. നമ്മുടെ സ്കൂളിലേക്ക് വേണ്ട എല്ലാ ഫർണിച്ചറും ഇന്ന് 10:30 വിവിധ ആളുകൾ സഹായിച്ചത് വരും. അത് നമ്മൾ ഇന്ന് സ്കൂളുകൾക്ക് കൊടുക്കും. 2-ാം തീയതി നമ്മൾ സ്കൂൾ ഓപ്പൺ ചെയ്യും. നമ്മളുടെ ആളുകളെല്ലാം വാടക വീട്ടിലേക്ക് പോയി. ഇതുപോലെ ഇനി നമുക്ക് നിലവിൽ ജീപ്പ് നഷ്ടപ്പെട്ട എല്ലാവർക്കും ജീപ്പ് അവിടെ ലഭ്യമായി. ഓട്ടോറിക്ഷ നഷ്ടപ്പെട്ട ആളുകൾക്ക് കുറച്ച് ആളുകൾക്ക് കൂടി കൊടുത്താൽ അതും ലഭ്യമാകും. വ്യാപാരികളുടെ നഷ്ടത്തിന് വേറൊരു ക്രമീകരണം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ നമ്മളെല്ലാം തിരിച്ചു പിടിച്ച് മുണ്ടക്കൈക്കാരും ചൂരൽമലക്കാരും ഒക്കെ പഴയ ഒരു ജീവിതത്തിലേക്ക് അധികം വൈകാതെ നമ്മൾ അവരെ തിരിച്ചെത്തിക്കും. താങ്ക് യു ഷംഷാദ്, താങ്ക് യു നിയാസ്, താങ്ക് യു രാഹുൽ ബാങ്കൂട്ടത്തിൽ, യൂത്ത് കോൺഗ്രസ്, ഫണ്ണീസ് വാട്സപ്പ് കൂട്ടായ്മ, സിദ്ദീഖ്, എല്ലാവർക്കും മുണ്ടക്കൈയെ ചേർത്തു പിടിക്കുന്നതിന്. ഇത് യൂത്ത് കോൺഗ്രസ് മാത്രം. താങ്ക് യു. അപ്പോൾ രാഹുൽ, നമ്മൾ പറഞ്ഞതുപോലെ ഒരു ദിവസം നമുക്ക് എല്ലാവർക്കും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് തെളിയട്ടെ. അതിനുശേഷം നമുക്ക് വന്നിരുന്ന് നമുക്ക് ഈ വാഹനത്തിലൊന്ന് സഞ്ചരിക്കാം, നല്ല സ്ഥലങ്ങൾ കാണാം, നല്ല കോടമഞ്ഞിൽ പുതഞ്ഞു വരാം. കേട്ടോ രാഹുൽ? താങ്ക് യു രാഹുൽ. വാക്കിന് അപ്പൊ ഓണത്തിന്റെ ഒരു ദിവസം അരുൺ എത്തണം എന്നാണ് അഭ്യർത്ഥിക്കുന്നത്. തീർച്ചയായിട്ടും ഞാൻ എത്താം. എനിക്ക് എത്താൻ കഴിയാത്ത ഓണത്തിന്റെ ഒരു ദിവസം അരുൺ എത്തണം എന്നാണ് ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് അല്ലമീനെ കൂടെ കൂട്ടണം. അല്ലമീനെ കൂട്ടാൻ ഷംഷാദ് മരക്കാരും വേണം, സിദ്ദീഖിനെയും കൂടെ കൂട്ടിക്കോളൂ. നിയാസും ഒക്കെ ആയിട്ട് നമുക്ക് വർത്തമാനമൊക്കെ പറയാം. താങ്ക് യു. ഷംഷാദ് മരക്കാരൻ, ടി സിദ്ദിഖും, നമ്മുടെ ഫണ്ണീസും എല്ലാവരും വല്ലപ്പാട്ടും എല്ലാവരും ഉണ്ടാവും. താങ്ക് യു രാഹുൽ. അപ്പോൾ ആ വാക്കിനും വാക്കു പാലിച്ചതിനുമുള്ള താങ്ക് യു.